CPM-ന്റെ നിലപാടാണ് ഇക്കാര്യത്തിൽ അറിയേണ്ടത്. ഈ വിഷയത്തിൽ മാപ്പ് പറയേണ്ട നിലപാടിലേക്ക് CPM എത്തേണ്ട സമയമായില്ലേ? എത്തേണ്ട സമയമായോ എന്നാണോ സ്മൃതി ചോദിച്ചത്? അതെ. ഇല്ല, CPM അതിൻ്റെ അകത്ത് മാപ്പ് പറയേണ്ട കാര്യം എന്താണുള്ളത് അത് മനസ്സിലാവുന്നില്ല. കാരണം ഈ പറയുന്ന ഇപ്പം ഇന്നലെയൊക്കെ മാധ്യമങ്ങൾ വ്യാപകമായി ചർച്ച ചെയ്തിരുന്നത് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ ഇടത് ഹാൻഡിലുകൾ ഉണ്ട് എന്നുള്ള നിലയിലായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു റിപ്പോർട്ട് പോലീസ് കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. അല്ലെങ്കിൽ പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അത്തരമൊരു വാദഗതിയോ അത്തരമൊരു നിഗമനമോ തീരുമാനമോ മുമ്പോട്ട് വെച്ചിട്ടുമില്ല. ഈ പറയുന്ന സ്മൃതി ഇവിടെ പറഞ്ഞ ഹാൻഡിലുകളെല്ലാം അതിൻ്റെ എല്ലാം പേരൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്ന് ഇടത് ഹാൻഡിലുകളാണ് എന്ന നിഗമനത്തിൽ പോലീസ് ഒന്നും എത്തിയിട്ടില്ല. അത് കോടതി തീരുമാനിക്കട്ടെ. എനിക്ക് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കാനിരിക്കുന്നു. റിജേഷിൻ്റെ മൊബൈൽ ഫോൺ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ എവിടുന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞിട്ടില്ല. എവിടുന്ന് കിട്ടിയെന്നുള്ളത് വെളിപ്പെടുത്തിയിട്ടില്ല. അതുകൊണ്ട് ഇയാളുടെ മൊബൈൽ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വരട്ടെ, ആ തീരുമാനം വരട്ടെ. അപ്പോൾ ഇവർ ഞങ്ങളിൽ പെട്ടവരല്ല എന്ന് CPM തള്ളിപ്പറയണ്ടേ എന്ന് സ്മൃതി ചോദിച്ചത് ശരിയാണ്, വളരെ ശരിയായ കാര്യമാണ്. അത് ഇതിനു മുൻപ് തന്നെ MV ജയരാജൻ വ്യക്തമായിട്ട് പറഞ്ഞല്ലോ, CPM കണ്ണൂർ ജില്ലാ സെക്രട്ടറി തന്നെ പറഞ്ഞല്ലോ, ഇത്തരം കക്ഷികളൊന്നും CPM-ഉമായിട്ട് ബന്ധപ്പെട്ടവരോ CPM നിയോഗിച്ചിട്ടുള്ളോ നിർദ്ദേശിച്ചിട്ടുള്ളവരോ ഒന്നുമല്ല. അവർ ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്വം CPIM പറയണം. ഒരു പാർട്ടി എന്നുള്ള നിലയ്ക്ക്, രാഷ്ട്രീയ നേതൃത്വം എന്നുള്ള നിലയ്ക്ക് പറയണം എന്ന് പറഞ്ഞാൽ കഴിയില്ല CPM-ന്. കാരണം അത് CPM ഓൺ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് തന്നെയാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറഞ്ഞത് അത് ഞങ്ങൾ ഓൺ ചെയ്യുന്നില്ല, അവർ ഞങ്ങളിൽ പെട്ടവരുമല്ല എന്ന് ഇതിനകം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ നാളെ ഗോവിന്ദ മാസ്റ്ററുടെ അഭിപ്രായം വരട്ടെ, നാളെ വരുമല്ലോ. ഏതായാലും പാർട്ടി എന്നുള്ള നിലയ്ക്ക് CPIM ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പരസ്പരം ബന്ധപ്പെടാതിരിക്കില്ലല്ലോ ഇക്കാര്യത്തിലടക്കം. അപ്പോൾ റിബേഷ് രാധാകൃഷ്ണന്റെ ഉത്തരവാദിത്തത്തെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? DYFI വടകര ബ്ലോക്ക് പ്രസിഡന്റ് അധ്യാപകൻ റിബേഷ് രാധാകൃഷ്ണന്റെ ഉത്തരവാദിത്തത്തെ താങ്കൾ എങ്ങനെ കാണുന്നു? ഉത്തരവാദിത്തം ഞാനല്ല. ഇനിയിപ്പോൾ പോലീസ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആ ഫോറൻസിക് പരിശോധനയിൽ ഈ വ്യക്തിയുടെ റിബേഷിന്റെ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ ഫലം എന്തുമായിക്കോട്ടെ ആ വരുന്നത് ബാധകമാണ്. ഈ റിബേഷ് രാധാകൃഷ്ണന് ബാധകമായിരിക്കുമല്ലോ, നിശ്ചയമായും ബാധകമായിരിക്കുമല്ലോ. അതിനകത്ത് റിബേഷ് രാധാകൃഷ്ണൻ എന്തുകൊണ്ട് എവിടെ നിന്ന് എടുത്ത പോസ്റ്റ് താൻ ഷെയർ ചെയ്തു എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? അല്ല, അതുകൊണ്ടാണല്ലോ സ്മൃതി പോലീസ് അവരുടെ റിപ്പോർട്ടിൽ ഹൈക്കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ റിബേഷ് രാധാകൃഷ്ണന്റെ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞു, ഹൈക്കോടതി അക്നോളജ് ചെയ്യുകയും ചെയ്തു കഴിഞ്ഞു. പിന്നെ നമ്മളിതും തർക്കിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ട് അയാൾ ചെയ്തില്ല എന്നുള്ളത് കോടതി തന്നെ ഇനി വെളിപ്പെടുത്തും എന്താണെന്നുള്ളത്. അതാ പരിശോധനാ ഫലം വരട്ടെന്നേ, അതുവരെ നമുക്ക് സ്വാഭാവികമായും വെയിറ്റ് ചെയ്യാൻ കോടതിയും പോലീസും ചെയ്യുന്നത് അവിടെ നിൽക്കട്ടെ. കോടതി പറഞ്ഞുകൊണ്ടാണല്ലോ അന്വേഷണത്തിലേക്ക് തന്നെ വേഗത്തിൽ നീങ്ങേണ്ടി വന്നത്. അന്വേഷണത്തിലേക്ക് നീങ്ങാതെ MSF-ന്റെ ജില്ലാ സെക്രട്ടറി PK മുഹമ്മദ് കാസിമിനെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട് കുറെ കാലം ആരോപണം ഉന്നയിച്ചു നടന്നു. ഒടുവിൽ മുഹമ്മദ് കാസിം തന്നെ തന്റെ ഫോൺ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞു അന്വേഷിക്കൂ കണ്ടെത്തൂ എന്ന്. അങ്ങനെയാണ് മുഹമ്മദ് കാസിം, എന്നിട്ടും പോലീസ് അനങ്ങാതിരുന്ന ഘട്ടത്തിലാണ് മുഹമ്മദ് കാസിം ഹൈക്കോടതിയെ സമീപിക്കുന്നത്. അങ്ങനെയാണ് കേസ് അന്വേഷണത്തിൽ വേഗം വച്ചത്. അതായത് ആർക്കെതിരെയാണോ നിങ്ങൾ വാളോങ്ങിയത് അവർ തന്നെ പറയുന്നു അന്വേഷണം നടത്തൂ, സത്യം കണ്ടെത്തൂ എന്ന്. പോലീസ് അന്വേഷിച്ചില്ല, എന്നിട്ട് കോടതിയോട് പറയുന്നു. കോടതി പറഞ്ഞിട്ടാണ് അന്വേഷണത്തിന് വേഗം വെച്ചത്. താങ്കൾക്ക് ഈ കാര്യങ്ങളിൽ ബോധ്യമുണ്ടല്ലോ, ഈ കാര്യങ്ങൾ താങ്കൾക്ക് എതിർപ്പില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ആർക്കെതിരെയാണോ ആരോപണം ഉന്നയിച്ചത് ആ ആരോപണ വിധേയം തന്നെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് വേഗം വെച്ചത്. അതെ, ആ അന്വേഷണത്തിന് വേഗം വെച്ചു എന്ന് പറയുമ്പോഴും ഈ കാസിമിനെതിരെ വാളെടുത്തു എന്ന് പറയുമ്പോഴും നിലപാട് മാറ്റിയിട്ടില്ല എന്ന് വസീഫ് തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്താണ് വസീഫിന്റെ നിലപാട്? വസീഫിന്റെ നിലാട് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു മിനിറ്റ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉത്തരവാദിത്തമില്ലാതെ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിലപാട് ശ്രീജേന്ദ്രൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ഉത്തരവാദിത്തമില്ലാതെ വർഗീയ വിഷം ചെലുത്തുന്ന വാചകങ്ങൾ ഇടുന്ന നേതാവിന് പൂർണ്ണ പിന്തുണ DYFI സംസ്ഥാന പ്രസിഡന്റ് നൽകുകയാണ്. അതാണ് സംഭവിച്ചിരിക്കുന്നത്. ഈ റിബേഷ് രാധാകൃഷ്ണൻ വടകര DYFI ബ്ലോക്ക് പ്രസിഡന്റാണല്ലോ, അദ്ദേഹം അധ്യാപകനാണല്ലോ.
അപ്പോൾ അദ്ദേഹത്തിന് ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇങ്ങനെയൊരു വർഗീയ വിഷം ചെലുത്തുന്ന വാചകമിടുന്നതിൽ ഒരു കുറ്റബോധവും ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഉറവിടം ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഡിവൈഎഫ്ഐ നൽകുന്നു. എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്? എന്നോടാണോ ചോദ്യം? അതെ. അതെ, ഇടയ്ക്ക് അത് കട്ടായി പോയിരുന്നു, അതുകൊണ്ടാണ് സോറി. പിന്നെ അല്ല, ഇത് ഇവർക്കെതിരെ വാളെടുത്തു, റിബേഷിനെതിരെ വാളെടുത്തു, അല്ല മറ്റേ കാസിമിനെതിരെ വാളെടുത്തു എന്ന് പറയുമ്പോഴും പിന്നെ അട്ടഹസിച്ചു അല്ലെങ്കിൽ ബഹളം ഉണ്ടാക്കി എന്ന് പറയുമ്പോഴും ഡിവൈഎഫ്ഐയുടെ നിലപാടിൽ നിന്നും മാറ്റമില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. UDF ആണ്, ലീഗ് ആണ്, കോൺഗ്രസ് ആണ്. അല്ല, അത് അങ്ങനെ വെറുതെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. നമ്മുടെ മുന്നിലെ തെളിവുകളല്ലേ പ്രധാനം. നമ്മുടെ മുന്നിലെ തെളിവുകൾ എന്താണ്? ഇത് മുഴുവൻ ഇടത് സൈബർ ഇടങ്ങളാണ്. ഒന്ന്. രണ്ടാമത്തേത് ഡിവൈഎഫ്ഐ നേതാവാണ്. ആ ഡിവൈഎഫ്ഐ നേതാവ് എന്താണ് ചെയ്തത്? വാട്സപ്പിൽ ഈ വർഗീയ വിഷം ചെലുത്തുന്ന വാചകം പ്രചരിപ്പിച്ചു. അതിൻ്റെ ഉറവിടം ചോദിക്കുമ്പോൾ പറയുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് പൂർണ്ണ പിന്തുണ ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകം അങ്ങോട്ട് നൽകുകയാണ്. എന്താണ് ജനം മനസ്സിലാക്കേണ്ടത്, ശ്രീ ജയേന്ദ്രൻ? അല്ല, ഞാനതാണ് സ്മൃതി പറഞ്ഞത്. ഈ പിന്നെ റിബേഷിനോട് ചോദിച്ചിട്ട്, റിബേഷ് രാധാകൃഷ്ണനോട് ചോദിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ തരുന്നില്ല. അതുകൊണ്ട് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചു എന്നാണ് പോലീസ് ഹൈക്കോടതിയിൽ കൊടുത്തിട്ടുള്ള റിപ്പോർട്ടിൽ ഉള്ളത്. അപ്പോൾ ഈ ഫോറൻസിക് ഫലം വരട്ടെ, പരിശോധനയുടെ ഫലം വരട്ടെ. ഇയാൾ കുറ്റക്കാരനാണെങ്കിൽ ശിക്ഷിക്കട്ടെ. ബാക്കി കാര്യങ്ങൾ എന്ത് ചെയ്യും? ശ്രീ ജയേന്ദ്രൻ, കൂടുതൽ വിവരങ്ങൾ പുറത്തു പറയാത്ത ഡിവൈഎഫ്ഐ നേതാവിന് പാർട്ടിയുടെ സംഘടനയുടെ മുഴുവൻ പിന്തുണ. അതാണ് ഞാൻ ചോദിച്ചത്. മുഴുവൻ വിവരങ്ങൾ പോലീസിനോട് പറയാത്ത ഡിവൈഎഫ്ഐ നേതാവിന് ഡിവൈഎഫ്ഐ സംസ്ഥാന ഘടകത്തിന്റെ പൂർണ്ണ പിന്തുണ. അതെ, സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള ഒരു തോന്നിവാസത്തിനും, അതായത് കാഫിർ പോലുള്ള പ്രയോഗങ്ങൾ, അത് തോന്നിവാസമാണല്ലോ. ഞാനത് മിതമായ ഭാഷയിൽ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിൽ അങ്ങനെ പറയാൻ കഴിയുമെന്നുള്ളതുകൊണ്ടാണ് ഞാൻ തോന്നിവാസം എന്ന് ചുരുക്കുന്നത്. അതിന് അത്തരം പ്രവർത്തികൾക്കൊന്നും ഒരു ന്യായീകരണവും ഇല്ല. അതൊന്നും ഇടതുപക്ഷത്തിൽപ്പെട്ട അല്ലെങ്കിൽ അനുഭാവികളോ പിന്നെ അണികളോ പ്രവർത്തകരോ നേതാക്കളോ ആരാണെങ്കിലും ശരി, അതിനോടൊന്നും തരിമ്പ് പോലും യോജിക്കാൻ കഴിയുകയുമില്ല. പക്ഷേ അവർ ആവർത്തിച്ച് പറയുന്നു, ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് പറയുന്നു, ഇല്ല, അത് പിന്നെ UDFന്റെ, കോൺഗ്രസിന്റെ, ലീഗിന്റെ സൃഷ്ടിയാണത്, ഞങ്ങൾ അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ്. അത് അവരുടെ നിലപാടാണ്. ജയേന്ദ്രൻ, എന്തൊരു ദുർബലമായ വാദമാണ്. ലീഗിന്റെ എന്ന് പറഞ്ഞ ലീഗിന്റെ നേതാവിനെ തന്നെ പറയുകയാണല്ലോ, പേരാണല്ലോ പറഞ്ഞത്. പി കെ മുഹമ്മദ് ഖാസിമാണിത് പ്രചരിപ്പിച്ചത്. ഇയാളാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഉണ്ടാക്കിയത്. അതായിരുന്നല്ലോ ആരോപണം. CPM പോലീസിൽ പോയി പരാതി കൊടുത്തു, കാസിമും പോയി പരാതി കൊടുത്തു. എന്നിട്ടിപ്പോൾ അന്വേഷണത്തിൽ എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? മുഹമ്മദ് ഖാസിം കുറ്റക്കാരനല്ല എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിച്ചു പറഞ്ഞ ഡിവൈഎഫ്ഐയുടെ വലിയ വാചകങ്ങളാണെന്ന് താങ്കൾ വീണ്ടും ആവർത്തിക്കുന്നതിൽ എന്താണ് അർത്ഥം? എന്താണ് ഇപ്പോൾ കണ്ടെത്തൽ? പിണറായി വിജയന്റെ പോലീസ് എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്? എന്താണ് കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട്? അല്ല സ്മൃതി, ഇത് ഞാൻ ആവർത്തിക്കുന്നതിന്റെ പ്രശ്നമല്ലല്ലോ. താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യത്തിന് എനിക്ക് തരാൻ കഴിയുന്ന സത്യസന്ധമായ പ്രതികരണമാണ് ഞാൻ പറയുന്നത്. അത് എൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് സത്യസന്ധമായി പറയാൻ കഴിയുന്നത് എനിക്ക് കിട്ടുന്ന വിവരങ്ങളാണ്. ആ വിവരങ്ങളാണ് ഞാൻ പറയുന്നത്. ഇതിപ്പോൾ ഈ നമ്മൾ പൊതുവിൽ എല്ലാ കേസുകളിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളും പറയും ഞങ്ങൾ നിയമപരമായും രാഷ്ട്രീയമായും നേരിടും. കാസിം നിയമപരമായി നേരിട്ടു. അപ്പോൾ കോടതിയിൽ നിന്ന് ഈ തരത്തിൽ അയാൾക്ക് അനുകൂലമായ നിലപാട് പ്രാഥമികമായി ഉണ്ടായിട്ടുണ്ട്. ഇനി ബാക്കി കാര്യങ്ങൾ ഈ ഫോറൻസിക് പരിശോധനയിലാണ് നിയമപരമായി നേരിടേണ്ടത് എങ്ങനെ എന്നുള്ള തുടർച്ചയിലേക്ക് വരുന്നത്. ഇപ്പുറത്തിന് രാഷ്ട്രീയമായി നേരിടുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ഈ തരത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുന്നത്. അത് തെറ്റാണ്. ഡിവൈഎഫ്ഐ അത്രയും നിലപാടെടുക്കാൻ പാടില്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. താങ്കൾക്ക് പറയാമായിരിക്കും, പക്ഷെ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ സത്യസന്ധമായിട്ടാണ് ഞാൻ പ്രതികരിക്കുന്നത്. അപ്പോൾ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന നേതാവിന് പ്രസിഡന്റിന് അങ്ങനെ ഒരു നിലപാടുണ്ടെങ്കിൽ അത് അവരുടെ നിലപാടാണ്. ആ നിലപാടിൽ അവർ നിൽക്കുന്നു. ബാക്കി കാര്യങ്ങൾ നിയമപരമായി കോടതിയിൽ വരട്ടെ, തീരുമാനിക്കട്ടെ. ഇതാണ് അവരുടെ സ്റ്റാൻഡ്. ആ സ്റ്റാൻഡ് തെറ്റാണെന്ന് എനിക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ശരി, താങ്കൾക്ക് അതിനുള്ള പരിമിതിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. താങ്കളുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് താങ്കൾ പറയുന്നു. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.